നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇവിടെ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായപ്പോൾ ശ്രീമാൻ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കുറ്റം കൊണ്ടാണ് ഇവിടെ വൈദ്യുതി ഇല്ലാത്തതെന്നാണ്. നേരത്തെ വൈദ്യുതി വാങ്ങി സംഭരിച്ചു വെക്കേണ്ടതായിരുന്നുവെന്നാണ് വിവരദോഷിയായ ആ MP പ്രസ്താവിച്ചത്. അങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുന്ന കൂട്ടത്തിൽ മുൻ വൈദ്യുതി മന്ത്രിയായിരുന്ന MM മണി പറഞ്ഞത് ഇവിടെ വൈദ്യുതി പ്രതിസന്ധിയെ ഞങ്ങൾ തരണം ചെയ്തത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും താപവൈദ്യുത നിലയങ്ങളിൽ നിന്നും വൈദ്യുതി വാങ്ങിയാണെന്നായിരുന്നു. ഇത് ഒരു ഭാഗം. നമ്മുടെ വൈദ്യുതി പ്രതിസന്ധിയെ എങ്ങനെ പരിഹരിക്കാം എന്ന് ഈ സംസ്ഥാനം മാറി മാറി ഭരിച്ചിരുന്ന ഒരു ഗവൺമെന്റും ഇന്ന് വരെ ഒരു പരീക്ഷണവും നടത്തിയിട്ടില്ല, ഒരു ശ്രമവും നടത്തിയിട്ടില്ല. പാലക്കാടും ഇടുക്കിയിലെ രാമക്കൽമേടിലും 3-4 കാറ്റാടി വെച്ച് പറപ്പിച്ച് അതിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ അതിശക്തമായ കടൽക്കാറ്റടിക്കുന്ന സ്ഥലമാണ്. വൈദ്യുതി ഉണ്ടാക്കാൻ പോന്ന പ്രഷറിലാണ് കാറ്റടിക്കുന്നത്. ഈ കാറ്റിൽ ജനങ്ങൾക്ക് ശല്യമില്ലാത്ത രീതിയിൽ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചാൽ അവിടെ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുകയില്ലേ? ഇത് എന്റെ സംശയമാണ്. ഇതിന് ഊർജവുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ മറുപടി പറയാവുന്നതാണ്. ഇവിടെ നല്ല പ്രഷർ ഉള്ള കാറ്റാണ് വീശി അടിക്കുന്നതെന്നാണ് എന്റെ അറിവ്. അതും 365 ദിവസവും കാറ്റ് ഇവിടെ ഈ കടൽ തീരങ്ങളിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. കാണുന്നവർക്ക് കാഴ്ചയ്ക്ക് കൗതുകവും നമുക്ക് വൈദ്യുതിയും ഇതിൽ നിന്നും ലഭിക്കും. ഈ വൈദ്യുതി ഒരുപക്ഷെ മതിയാകും കേരളത്തിന്റെ ഊർജ പ്രതിസന്ധി പരിഹരിക്കുവാൻ. ഇതേപ്പറ്റി മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ എന്താണ് ചിന്തിക്കാത്തതെന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ചൈന അവരുടെ ഊർജ പ്രതിസന്ധി മറികടക്കുവാനായി അവരുടേതായ ഒരു സൂര്യനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. 12,000 കോടി ഡിഗ്രി ഊർജമാണ് അവർ ഉൽപ്പാദിപ്പിക്കുവാൻ പോകുന്നത്. അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സൂര്യനെ ഒരുപക്ഷെ നമുക്കൊരു പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് വരും. പക്ഷേ ഈ കാറ്റാടി യന്ത്രം സാധ്യമാകുന്ന കാര്യമാണ്. ഏതായാലും വിഴിഞ്ഞം പദ്ധതിയോളം കഷ്ടപ്പാടുണ്ടാവില്ല ഈ കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതിന്. അത് ഗവൺമെന്റ് തലത്തിൽ നടത്തുവാൻ പാടില്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുക്കൂ. അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് തരുമല്ലോ. അങ്ങനെയും നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ? എന്റെ ഈ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ, അവർ കണ്ണു തുറന്നാൽ ഒരുപക്ഷെ നമുക്ക് കാറ്റാടി യന്ത്രത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു ആവശ്യം കൂടി ഞാൻ ഉന്നയിക്കുന്നു. നമ്മുടെ പുരപ്പുറത്ത് വയ്ക്കാവുന്ന ചെറിയ കാറ്റാടി യന്ത്രങ്ങളും ഉണ്ടാക്കിയാൽ അതും ഊർജ പ്രതിസന്ധിക്ക് പരിഹാരമാണ്. സോളാർ മാത്രമല്ല, കാറ്റ് കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. അവിടെയൊക്കെയും വീടിന് മുകളിൽ ഫിറ്റ് ചെയ്യാവുന്ന കാറ്റാടി യന്ത്രങ്ങൾ വയ്ക്കാവുന്നതാണ്. ഇതൊന്നും ഗവൺമെന്റ് ചിന്തിക്കുകയോ പരീക്ഷിക്കുകയോ ചെയ്യാതെ ഒരു ദിവസം 5-6 പ്രാവശ്യം പവർ കട്ട് നടത്തിയിട്ട് പവറില്ല, വൈദ്യുതി ഇല്ല എന്ന് പരസ്പരം കുറ്റപ്പെടുത്താതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്റെ ഈ വീഡിയോ കാണുന്നവർ ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഗവൺമെന്റ് തലത്തിലും ഉന്നയിക്കുവാൻ കഴിവുള്ളവർ അങ്ങനെയും ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ്. എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ നമസ്കാരം.